പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനിയും വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 238 ദിവസമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനം യോഹന്നാൻ സ്നാപകൻ വഴി. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനം യോഹന്നാൻ സ്നാപകൻ വഴി. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11 അധ്യായം 10 വാക്യം നാം നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നവൻ അവൻ തന്നെ എന്ന് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. മാലാഖി പ്രവാചകന്റെ പുസ്തകം 3 അധ്യായം 1 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നു. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം 3 വാക്യത്തിൽ പ്രകാരം പറയുന്നു, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ എന്നാണ് ഈ ഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതായത് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാകുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന ആ ഭാഗം നാം ഒന്ന് ശ്രദ്ധിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വന്നത് നമ്മളുടെ പാപങ്ങളെ മോചിക്കുന്നതിനാണ്. നമ്മളുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് നമ്മളെ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി അവൻ്റെ വലത്തുഭാഗം തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഗ്രഹിക്കുവാൻ സാധിക്കും. അതിന് പ്രകാരം നാം ഓരോരുത്തരും മുമ്പോട്ട് നീങ്ങുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, ആ യോഹന്നാൻ സ്നാപകനെ പോലെ നാം എളിമയുള്ളവരാണ് എങ്കിൽ ആ രക്ഷിതാവിൻ്റെ തൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സമർപ്പിക്കുന്നവരൊക്കെയും ഈ ലോകത്തിൽ സ്വർഗീയ സുഖം അനുഭവിച്ചിട്ട് മാത്രമേ സ്വർഗത്തിലേക്ക്, അതായത് നമ്മുടെ നിത്യതയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയുള്ളൂ എന്നതിന് രണ്ടഭിപ്രായം ഉണ്ടാകുകയില്ല. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, അവർ നമ്മെ ഒരിക്കലും വഴിതെറ്റുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല, പിന്നെയോ നമ്മൾ സ്വയം വഴിതെറ്റുകയാണ്. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചതായ ആ അനുഗ്രഹം, മൂറോൻ അഭിഷേകത്തിലൂടെ, ഒന്നാമത്തെ കുർബാനയിലൂടെ നാം ഓരോരുത്തരും അനുഭവിച്ചത്, ആ പരിശുദ്ധാത്മാവിൻ്റെ വരം നമ്മിലേക്ക് കടന്നു വന്നത്, പാപമോചനം, അതായത് ജന്മപാപം മോചിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവോടുകൂടി ആദ്യത്തെ കിരീടം ധരിച്ച് നമ്മൾ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നമ്മളുടെ കാര്യസ്ഥനായിട്ട് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചോ. പൈതലായിരുന്നപ്പോൾ മാതാപിതാക്കളുടെ ഗൈഡൻസിൽ നമ്മൾ വളർന്നു. നാം സ്വയം തിരിച്ചറിവിൽ വന്നതിന് ശേഷം നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലാണോ ജീവിച്ചത് എന്ന് സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ആണ് യഥാർത്ഥ ജീവനുള്ള ദൈവം എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് അവൻ ക്രൂശുമരണം സ്വീകരിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം സ്ത്രീയന്മാർക്കും മറ്റനേകം പേർക്കും പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഒരു മലയിൽ നിന്ന് സ്ത്രീയന്മാരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, ഞാൻ വീണ്ടും വരും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി. അങ്ങനെ ആ ഒരു പ്രഖ്യാപനം, അതായത് കൽപ്പന ഇവരോട് അറിയിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, കാര്യസ്ഥൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക വരം തരും, അതുവരെ നിങ്ങൾ യെരുശലേമിൽ തന്നെ കഴിയണമെന്ന് അവരോട് പറഞ്ഞിട്ട് പോകുന്നു. കറക്റ്റ് 10-ാം ദിവസമാണ് നാം ഓരോരുത്തർക്കും വളരെ കൃത്യമായി അറിയാവുന്ന ആ പെന്തക്കോസ്തി ദിനം വന്നത്. ആ പെന്തക്കോസ്തി ദിനത്തിൽ അവരൊക്കെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയും അവർ അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നമുക്ക് പിന്നീട് അവരുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിക്കും.
നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നുവെങ്കിൽ, അവനെ സേവിക്കുന്നുവെങ്കിൽ അവൻ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പാപികളായി നമ്മെ സ്വീകരിക്കുവാൻ അവൻ തയ്യാറാണ്. സ്വീകരിച്ചതിന് ശേഷം അവൻ ഒരു കാര്യം മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ: ഇനിയും പാപം ചെയ്യരുതെന്ന്. നിങ്ങൾ പാപികളാണ്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ സ്വീകരിക്കില്ല എന്ന അല്ല അവൻ പറഞ്ഞത്. പിന്നെ അവൻ പറഞ്ഞത്, നിങ്ങൾ ഇനിയും പാപം ചെയ്യരുത് എന്നാണ്. അതിനു വേണ്ടിയിട്ട് അവൻ അനേക ഉദാഹരണങ്ങൾ, അനേകം ഉപമകൾ പറഞ്ഞു. 100 ആടുണ്ടായിരുന്ന ഒരു ആട്ടിടയൻ അവൻ്റെ ഒരാട് കാണാതെ പോയപ്പോൾ 99 വിട്ടിട്ട് ഒന്നിനെ അന്വേഷിച്ച് ചെല്ലുകയും അത് കിട്ടിയപ്പോൾ അവൻ അധികം സന്തോഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതായത്, നമ്മൾ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്കൊരു മാനസാന്തരം ഉണ്ടാവുകയാണെങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ വലിയൊരു സന്തോഷം ഉണ്ടാകുകയും നമ്മൾ പിന്നീട് അവൻ്റെ പാതയിൽ അവൻ കാണിച്ചു തന്നതായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ ലോകത്തിൽ നമ്മൾ ആനന്ദം അനുഭവിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഇതേവരെ കിട്ടിയിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അവന് നന്ദി പറയുകയും എപ്പോഴും അവന് വേണ്ടി ആ മാലാഹമാരെ പോലെ സ്തുതി പാടുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ, നമ്മൾ 2 നേരമെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, സൽപ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നന്ദി, നമസ്കാരം.